Hi friends, welcome to my channel Aarus Craft and Kitchen. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവനിൽ വെച്ചിട്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. വലിയ മസാലക്കൂട്ടൊന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ബട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് 4 പീസാക്കി മാറ്റി അതിനുശേഷം നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ, കൂടാതെ നന്നായിട്ടൊന്ന് വെന്തും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായി വരിഞ്ഞു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ മതിയാവും. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എനിക്കിതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര കൈക്കൊരു പുകച്ചിൽ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഫോർക്ക് യൂസ് ചെയ്തിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ പിടിപ്പിക്കുന്നതും ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ്. കൈകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പീസിന് നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. 1 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പം 1 മണിക്കൂർ കഴിഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ അവനിലെല്ലാം ആ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ 4 പീസും നമുക്കിതിൻ്റെ മേലെ തന്നെ ഒന്ന് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവൻ തുറന്ന് അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതങ്ങോട്ടേക്ക് അടച്ചു കൊടുക്കാം. അതിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് ഗ്രില്ലാണല്ലോ ചെയ്യേണ്ടത്, അപ്പം ഗ്രില്ലും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ്സാണ് ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയം. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ ഗ്രില്ലിങ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. 40 മിനിറ്റ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ആ സൈഡൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല വെള്ള കളറായി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചാക്കി കൊടുത്താൽ മതി, ഒരുപാടാക്കൊന്നും വേണ്ട. ഒരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുക്കുന്ന സമയത്ത്. അതിനുശേഷം ഇത് തിരിച്ചു വെച്ചിട്ട് നമുക്ക് നേരത്തെ ഗ്രിൽ ഓപ്ഷൻ എടുത്തതുപോലെ തന്നെ ഒന്നും കൂടെ ഈ മറ്റേ സൈഡും കൂടെ നമുക്ക് ഗ്രിൽ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഈ ഒരു സൈഡിലും ഞാനിപ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ആക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ വേവിച്ചെടുത്താലും മതിയാവും. അതിനുശേഷം കൺവെക്ഷൻ പ്രസ് ചെയ്തിട്ട് ഗ്രില്ല് പ്രസ് ചെയ്യാം, ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ തന്നെ നമുക്ക് വീണ്ടും ഈ ഭാഗവും കൂടെ കുക്ക് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 40 മിനിറ്റ്സിന് പകരം 30 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. ഞാനിതിൻ്റെ മേലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലകൾ വെച്ച് കൊടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചിക്കൻ വെക്കുന്ന ആ ഗ്രില്ല് ഇല്ലേ, അപ്പോൾ ആ ഗ്രില്ലിൻ്റെ മേലെ ഇലകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചിക്കൻ വെച്ച് കൊടുക്കാറ്. ഇന്നിപ്പം എൻ്റെ അടുത്ത് മറന്നു പോയതുകൊണ്ട് ഞാനിത് മേലെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം ഫ്ലേവർ വല്ലതും ഉണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ ആ ഒരു സൈഡ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബട്ട് അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. ശരിക്കും ഞാൻ ഓർക്കേണ്ടതായിരുന്നു, അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഡ്രൈ ആയി പോവുകയുള്ളൂ. അതിൻ്റെ ഫ്ലേവറൊന്നും നമുക്ക് ചിക്കന് പിടിക്കില്ല. പുറത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇലകളൊക്കെ ജസ്റ്റ് എടുത്ത് ഒഴിവാക്കി. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് നാരങ്ങാനീരും കൂടെ ഇതിൻ്റെ മേലെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ മയണൈസും നല്ലതാണ്. ഞാൻ പക്ഷേ മയണൈസൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് മയണൈസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളിത് നല്ല ചെറുനാരങ്ങാനീരും ആക്കിയിട്ട് നന്നായിട്ട് കഴിച്ചു. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഓവനില്ലാതെ നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നതിൻ്റെ സ്റ്റൈൽ, വില്ലേജ് സ്റ്റൈൽ ഗ്രില്ലിങ്. അപ്പം ആ വീഡിയോ ഞാൻ മേലെ കാർട്ടിൽ കൊടുക്കാം, നിങ്ങളത് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, കിടുക്കാച്ചി. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. താങ്ക് യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.